ഈ ആറ്റംബർഗിന്റെ പുതിയ മിക്സർ ഗ്രൈൻഡറിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന ഫീച്ചേഴ്സും മറ്റ് സംഭവങ്ങളും ഉണ്ട്. പിന്നെ ഇത് നോർമൽ മിക്സർ ഗ്രൈൻഡർ പോലെയല്ല, നമ്മൾ ഓരോ സ്പീഡിൽ ഇടുന്നതിനനുസരിച്ച് അതിന് വേണ്ട ഇലക്ട്രിസിറ്റി മാത്രമേ കൺസ്യൂം ചെയ്യുള്ളൂ. ഇങ്ങനെയൊക്കെയാണെങ്കിലും പെർഫോമൻസിൽ യാതൊരു കുറവുമില്ല. സാധാരണ നോർമൽ മിക്സർ ഗ്രൈൻഡർ പോലെ തന്നെ ഇത് പ്രവർത്തിക്കും, അതിനേക്കാൾ ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കോസ് മോഡ്, പൾസ് മോഡ്, സേഫ്റ്റി ഫീച്ചർ, LED ഇൻഡിക്കേഷൻ, ഇങ്ങനെ ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സും തന്നിട്ടുണ്ട്. വാ ഓരോന്നായിട്ട് പറഞ്ഞു. ഇങ്ങനെ ഒരു വലിയ വലിപ്പമൊന്നും ഇല്ലാത്ത നല്ലൊരു ബോക്സിലാണ് കിട്ടുന്നത്. മെയിൻ സംഭവങ്ങളൊക്കെ ബോക്സിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ബോക്സ് ഓപ്പൺ ചെയ്താൽ സ്ഥിരം പല്ലവി തന്നെ യൂസർ മാനുവൽ ആൻഡ് വാറണ്ടി കാർഡ്, റെസിപ്പി കാർഡ്, പിന്നെ 4 ടൈപ്പ് ജാറ് കിട്ടുന്നുണ്ട്. 1.5 ലിറ്ററിന്റെ ലിക്വിഡ് ജാറും 1 ലിറ്ററിന്റെ മൾട്ടി പർപ്പസ് ജാറ്, 1/2 ലിറ്ററിന്റെ ചട്നി ആൻഡ് ഡ്രൈ ഗ്രൈൻഡിങ് ജാറ്, 1/2 ലിറ്ററിന്റെ ചോപ്പർ ജാറ്, പിന്നെ ജാറിനുള്ളിലൊക്കെ വടിച്ചെടുക്കാൻ സ്പാച്ചുലയും മെയിൻ മിക്സർ ബേസും. ഇത്രയും സാധനങ്ങളായിരിക്കും നമുക്ക് കിട്ടുക. ഇനി ഇതിന്റെ ഫിസിക്കൽ ഓർവ്യൂ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ നല്ല കോമ്പാക്ട് ആൻഡ് വെന്റിലേസ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കാണാനും ഭംഗിയുണ്ട്. 2 കളർ വേരിയന്റിലാണ് ഇത് വരുന്നത്, ബ്ലാക്ക് ഓർ റെഡ് വൈ. മെയിൻ മോട്ടോർ യൂണിറ്റിന്റെ ബോഡി ABS മെറ്റീരിയലും ജാർസിന്റെ എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ്. ജാർസിന്റെ എല്ലാ അടപ്പും പ്ലാസ്റ്റിക് ആണ്. അത്യാവശ്യം ക്വാളിറ്റിയും ഡ്യൂറബിലിറ്റിയും ഉണ്ട്. എല്ലാ ലിഡിനും ഇതുപോലെ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. ഈ ഒരു ആന്റി ഗ്രാവിറ്റി ലിഡ് ലോക്സ് ആറ്റംബർഗിന് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ജാറൊക്കെ വളരെ ഈസി ആയിട്ട് ലോക്ക് ചെയ്യും. ഇനി ചോപ്പർ ജാർ ലോക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി, അവിടെ സെറ്റ് ആയി നിന്നോളൂ. പിന്നെ അരച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തെങ്കിലും ഇടണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ അഡീഷണൽ ആയിട്ട് ഒരു ചെറിയ ഓപ്പണർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മെയിൻ ലിഡ് എപ്പോഴും ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കളിക്കേണ്ട ആവശ്യമില്ല, ഇതിലൂടെ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ചോപ്പർ ജാർ അല്ലാത്ത എല്ലാ ജാർസിനും ഇത് തന്നിട്ടുണ്ട്. മുന്നേ തന്നെ ഒരു വലിയ കൺട്രോൾ നോബ് തന്നിട്ടുണ്ട്. അതിന് ചുറ്റുമായിട്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ട് LED ഇൻഡിക്കേറ്ററും തന്നിട്ടുണ്ട്. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. എവിടെയെങ്കിലും കൊണ്ട് വെച്ചാൽ ഇത് മൂവ് ആവാതിരിക്കാൻ ഇതിന്റെ താഴെ ഇതുപോലെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, എത്ര തള്ളിയിട്ട് ഒരു അനക്കവും ഇല്ല, നല്ല ഗ്രിപ്പാണ്. അത് മാത്രമല്ല, നോർമൽ മിക്സർ ഗ്രൈൻഡർ പോലെ ഇൻവേർട്ടറിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ PP എന്ന് പറഞ്ഞാൽ ഓഫായി പോകുന്ന സെറ്റപ്പ് ഒന്നുമല്ല. ഇത് നമുക്ക് ഇൻവേർട്ടറിലും സിമ്പിൾ ആയിട്ട് വർക്ക് ചെയ്യാം. ഇതിന്റെ സ്പീഡ് വരുന്ന മിനിമം 2000 RPM മാക്സിമം 18000 RPM ആണ്. ഇൻഡക്ഷൻ മിക്സർ ഗ്രൈൻഡറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആറ്റംബർഗിന്റെ മിക്സർ ഗ്രൈൻഡർ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, മാത്രമല്ല ശബ്ദവും കുറവാണ്. ഇതിന്റെ കുറച്ച് മെയിൻ ഫീച്ചേഴ്സ് ഓരോന്ന് പറഞ്ഞു തരാം. ഇതിന് 3 ലെവൽ സ്പീഡ് ആണുള്ളത്. പിന്നെ കോസ് മോഡ്, പൾസ് മോഡ്, ഇങ്ങനെ 2 മോഡുകളും തന്നിട്ടുണ്ട്. കുറച്ച് ക്വാണ്ടിറ്റി സ്പൈസസ് വരെ ഇതിൽ ഈസി ആയിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഹെവി ഡ്യൂട്ടി ഓർ ടഫ് ആയിട്ടുള്ള ഗ്രൈൻഡിങ് ചെയ്യാം, ലൈക്ക് മഞ്ഞൾ പോലെ. ചോപ്പറിന്റെ ഉള്ളിലുള്ള ബ്ലേഡ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കാൻ പറ്റും. ഇതിന്റെ ബ്ലേഡ് 2 രീതിയിലും ഇതുപോലെ നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാനും സാധിക്കും. ഇതിൽ അഡീഷണൽ ആയി തന്നുള്ള ഈ കോഴ്സ് മോഡ് ഉപയോഗിച്ച് ഇതുപോലെ വളരെ ഈസി ആയിട്ട് കോസ്റ്റ് ടെസ്റ്റർ ഗ്രൈൻഡിങ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷസിനൊക്കെ ഒരു കൺസിസ്റ്റൻസി കിട്ടും, പിന്നെ ടേസ്റ്റിലും മാറ്റം ഉണ്ടാകും. ഈ മോഡ് ഉപയോഗിച്ച് ചട്നീസ്, ഡിപ്സ്, ജ്യൂസി കോക്കനട്ട്, അങ്ങനെ പലതും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഈ പറഞ്ഞതൊക്കെ സാധാരണ മിക്സർ ഗ്രൈൻഡർ ചെയ്യണമെങ്കിൽ അറിയാലോ, കുറച്ച് കഷ്ടപ്പെടണം. എന്നാൽ ഈ ഒരു കോസ് മോഡ് ഉള്ളത് കൊണ്ട് തന്നെ പല സാഹചര്യങ്ങളിലും നമുക്ക് ഉപയോഗപ്പെടുത്താം. പിന്നെ ഉള്ളതാണ് പൾസ് മോഡ്. പെട്ടെന്ന് മാക്സിമം സ്പീഡിലേക്ക് ഒന്ന് പുഷ് ചെയ്തിട്ട് ഇങ്ങനെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൾസ് മോഡ് തന്നിട്ടുള്ളത്. മെയിൻ നോബിൽ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ഇതേപോലെ നമുക്ക് ഉപയോഗിക്കാം. ഇത് വെച്ച് പല സാധനങ്ങളും പല രീതിയിൽ അരിഞ്ഞെടുക്കാം, അരച്ചെടുക്കാം എന്ന് പറയാം. ഈ ചോപ്പറും കോസ്മോഡൊക്കെ ഉപയോഗിച്ച് ഇതുപോലെ വെജിറ്റബിൾസ്, മറ്റ് സംഭവങ്ങളൊക്കെ പല രീതിയിൽ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. ഇതുകൊണ്ട് ഒരുപാട് സമയം ലാഭിക്കാമെന്ന് മാത്രമല്ല, നല്ല രീതിയിൽ തന്നെ അരഞ്ഞു കിട്ടുന്നുണ്ട്. ഇവിടെ ഈ കത്തി നിൽക്കുന്ന LED ചുമ്മാ രസത്തിന് തന്നെയല്ല, പലതരത്തിലുള്ള ഇൻഡിക്കേഷൻ ഇതിലൂടെ അറിയാം. മാത്രമല്ല കുറച്ച് സേഫ്റ്റി ഫീച്ചേഴ്സും ഇതിന് തന്നിട്ടുണ്ട്. ഇവിടെ ഈ റൗണ്ടിൽ ഫുള്ളായിട്ട് ബ്ലൂ കളർ ആണ് കാണിക്കുന്നുണ്ടെങ്കിൽ പവർ ഓൺ ആണ്, ബട്ട് ജാറ് പ്രോപ്പറായി വെച്ചിട്ടില്ല എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതിലേക്ക് ജാറ് വെച്ച് റൊട്ടേറ്റ് ചെയ്താൽ മാത്രമേ മോട്ടോർ വർക്ക് ചെയ്യുള്ളൂ, അല്ലാതെ നമ്മൾ ചുമ്മാ തിരിച്ചാലൊന്നും വർക്ക് ആവില്ല. ജാറ് ഇതിലേക്ക് വെച്ച് ഇങ്ങനെ തിരിക്കുമ്പോൾ തന്നെ ഇതുപോലൊരു സൗണ്ട് കേൾക്കാം. അതിനുശേഷം സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. ജാറ് വെക്കാതെയോ അല്ലെങ്കിൽ ജാറ് വെച്ചിട്ട് ലോക്ക് ചെയ്യാതെയോ ഇതിന്റെ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതൊരിക്കലും പ്രവർത്തിക്കില്ല. ഇവിടെ റെഡ് കളർ കാണിക്കുകയും ചെയ്യും, ബ്ലൂ LED ഇതേപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, അതിന് പുറമെ ഇതേപോലെ സൗണ്ടും കേൾക്കും. സോ കൂൾ റൈറ്റ്. ഇതൊക്കെ നല്ലൊരു സേഫ്റ്റി ഫീച്ചർ തന്നെയാണ്. കാരണം ചുമ്മാ കുട്ടികളൊക്കെ തിരിച്ചോ അല്ലെങ്കിൽ നമ്മൾ തന്നെ അറിയാതൊക്കെ തിരിച്ച് കഴിയൊക്കെ കൊടുക്കുന്നതൊക്കെ
ഈ ഒരു സംഭവം ഉപകാരപ്പെടും. ഇനി ഓവർലോഡ് ഉണ്ടെങ്കിലോ ഹീറ്റ് ആയാലൊക്കെ ഇതുപോലെ റെഡ് കളർ ഇവിടെ ഇങ്ങനെ കാണിക്കും. പിന്നെ ഏത് സ്പീഡിലാണ് നിൽക്കുന്നത് എന്നുള്ള ഈ ഒരു ബ്ലൂ LED നോക്കി മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ കണ്ടല്ലോ, ഉപകാരപ്പെടുന്നതും നമുക്ക് ഈസി ആയി ടൈം സേവ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഫീച്ചേഴ്സും ഇതിൽ തന്നിട്ടുണ്ട്. 2 ഇയർ പ്ലസ് 1 ഇയർ വാറന്റി ആണ് തരുന്നത്. 1 ഇയർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് വാങ്ങിച്ച ഉടനെ തന്നെ സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ 1 ഇയർ, അങ്ങനെ 3 ഇയേഴ്സ് വാറന്റി ആറ്റംബർക്ക് തരുന്നുണ്ട്. പിന്നെ ആറ്റംബർക്കിന്റെ സർവീസ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അത്യാവശ്യം ഞാൻ തന്നെ അനുഭവിച്ചാണ്, നല്ല ബെറ്റർ സർവീസ് ആണ്. സാധാരണ മിക്സർ ഗ്രൈൻഡറും BLDC മിക്സർ ഗ്രൈൻഡറും വിലയിൽ കുറച്ച് മാറ്റം ഉണ്ടാവും. പക്ഷെ അത് ഫസ്റ്റ് കൊടുത്താലും നമുക്കൊരു 2-3-4 ബില്ല് വന്നാൽ അതിൽ നിന്ന് തന്നെ ആ ഒരു എമൗണ്ട് ലാഭിച്ചെടുക്കാൻ പറ്റും. പിന്നെ കിട്ടുന്നൊക്കെ നല്ല ലാഭം തന്നെ ആയിരിക്കും. അത് വിചാരിച്ച് നോർമൽ മിക്സർ ഗ്രൈൻഡർ വാങ്ങിച്ചു കഴിഞ്ഞാൽ കാലാകാലവും നല്ല ഹൈ പേയ്മെന്റ് കറണ്ട് ബില്ല് അടക്കേണ്ടി വരും. ഇതിന്റെ പ്രൈസ് ആൻഡ് മോർ ഡീറ്റെയിൽസ് അറിയാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ലൈവ് ആയുള്ള പ്രൈസും ലൈവ് ഡീറ്റെയിൽസും അറിയാം. ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത നല്ലൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.